ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്വിസ്റ്റർ മീഡിയ ടെക്. ഇന്നത്തെ യുവാക്കളുടെ ഹരമായി മാറിക്കഴിഞ്ഞ KTM ഡ്യൂക്ക് എന്ന ബൈക്കിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്ന്. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാവാൻ മറക്കല്ലേ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ നിരത്തുകളിൽ ഉണ്ടായിരുന്നത് ഹോണ്ട, യമഹ, ബജാജ്, സുസുക്കി, റോയൽ എൻഫീൽഡ് തുടങ്ങിയ ബൈക്കുകളാണ്. എന്നാൽ കുറച്ചു കാലമായി അഡ്വഞ്ചർ സ്പോർട്സ് പെർഫോമൻസ് ബൈക്കുകളായ KTM എന്ന കമ്പനിയും അവരുടെ ബൈക്കുകളുമാണ് ഇന്ത്യൻ നിരത്തുകളിൽ. എന്താണ് KTM എന്ന മൂന്നക്ഷരത്തിൻ്റെ പൂർണ്ണരൂപം? നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ്, എവിടെയാണ് ഇത് തുടങ്ങിയതെന്ന് നോക്കാം. 1934 ജോഹൻ ഹാൻസ് ട്രങ്കൻപോൾസ് എന്ന എഞ്ചിനീയർ ഓസ്ട്രിയയിലെ മാറ്റിഗോഫൻ എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഒരു ഇരുമ്പ് പണിശാലയാണ് വർഷങ്ങൾക്ക് ശേഷം KTM എന്ന ബൈക്ക് കമ്പനിയായി മാറിയത്. 1951 ഈ പണിശാലയിൽ ആദ്യമായി ഒരു മോട്ടോർ സൈക്കിളിൻ്റെ മാതൃക നിർമ്മിച്ചു. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുകയും ഓഫ് റോഡ് ബൈക്കുകൾ നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെറിയ ചെറിയ പുതുമകൾ വരുത്തി അതൊരു ഓഫ് റോഡ് ബൈക്കായി രൂപപ്പെടുത്തി. കമ്പനിയുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 1953 ഏണസ്റ്റ് ക്രോണിഫ് എന്ന വ്യവസായിയിൽ നിന്ന് മൂലധനം ശേഖരിച്ച് 1954 കമ്പനിയുടെ ആദ്യ മോട്ടോർ സൈക്കിളായ R100 പുറത്തിറക്കി. അതോടെ കമ്പനിയുടെ പേര് ക്രോണിഫ് ആൻഡ് ട്രങ്കൻപോൾസ് മാറ്റിഗോഫൻ എന്നാക്കി. വെറും 20 പണിക്കാരും ദിവസവും 3 മോട്ടോർ സൈക്കിളുകളും എന്ന രീതിയിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം. കമ്പനിയുടെ സ്ഥാപകനായ ജോഹൻ ഹാൻസ് 1962 ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ശേഷം മകനായ എറിക് കമ്പനിയുടെ സ്ഥാനമേറ്റു. വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി 2011 ഇന്ത്യയിലേക്ക് വന്ന അവർ കമ്പനിയുടെ വളർച്ചയ്ക്കായി ഇന്ത്യയിൽ നിന്നുള്ള ബജാജ് കമ്പനിയെ ഷെയർ ഹോൾഡറാക്കുകയും ഡ്യൂക്ക് എന്ന ആദ്യ മോഡൽ പുറത്തിറക്കുകയും ചെയ്തു. ഡ്യൂക്ക് എന്നാൽ രാജാവ്, തമ്പുരാൻ, ദേവത, എംപറർ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ്. ഇതാണ് ക്രോണിഫ് ആൻഡ് ട്രങ്കൻപോൾസ് മാറ്റിഗോഫൻ എന്ന KTM ഡ്യൂക്ക് ബൈക്കിൻ്റെ പിറവിയുടെ ചുരുക്കം. ഇന്ന് യുവാക്കളുടെ എല്ലാം ഹരമായ KTM ഡ്യൂക്ക് 200, 390, RC200, 390 തുടങ്ങിയ കിടിലൻ പെർഫോമൻസ് അഡ്വഞ്ചർ ബൈക്കുകൾ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.